ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ശ്യാമ എന്ന പൊട്ടിപ്പെണ്ണ് എന്നേക്കുമായി ഒരു പൊട്ടത്തരം കാണിക്കാൻ പോകുന്നു. ഇതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? എടോ പിള്ളേ, വിഷ്ണുവിനെ വിളിക്കടോ. എന്തായെന്ന് അറിയണ്ടേ? കണ്ടോ ഇല്ലയോ? ആകപ്പാടെ വല്ലാത്തൊരു അസ്വസ്ഥതയാ. എന്നിട്ടാണെങ്കിൽ ഇരിക്കപ്പുറത്തും കിട്ടുന്നില്ല. ഇതാ സാറേ, ബെല്ലുണ്ട്. ഇതാ. ഹലോ. എടാ മോനെ, അച്ഛനാടാ. എടാ എന്താ ശ്യാമ കണ്ടോടാ? അച്ഛാ, ഞങ്ങൾ തിരക്കൊണ്ടിരിക്കുക. ഞാൻ എന്തെങ്കിലും വിവരം കിട്ടി അങ്ങോട്ട് വിളിച്ചറിയിക്കാം. അപ്പൊ ഇതിൽ വിവരമൊന്നും കിട്ടിയില്ലല്ലേ? അച്ഛാ, ഞങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പല വഴിക്കായിട്ട് തിരക്കുന്നുണ്ട്. അച്ഛാ, എന്തായാലും ഞങ്ങൾ അവളെ കണ്ടുപിടിച്ചിരിക്കും. അച്ഛൻ സമാധാനമായിട്ട് ഇരിക്കൂ. എടാ എങ്ങനെ സമാധാനമായിട്ടിരിക്കണമെന്ന് നീ പറയുന്നേ? എടാ കുടുംബത്തിൽ അംഗത്തെയാ കുറെ നേരമായിട്ട് കാണാൻ പോയിരിക്കുന്നേ. ജീവിച്ചിരിപ്പുണ്ടോ അതോ വല്ല കടുകയും കാണിച്ചോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഏയ്, അങ്ങനൊന്നും വരില്ല അച്ഛാ. എടാ എന്നെങ്ങനെയാടാ മോനെ നിനക്ക് പറയാൻ പറ്റുന്നേ? കാലമല്ലാത്ത കാലവാ. മനസ്സിൽ ദുർബുദ്ധി തോന്നാം കുറെ അധികം സമയമൊന്നും വേണ്ട. ദേ, നീ നിന്ന് സമയം കളയാതെ പോയി വേറെ എന്തെങ്കിലും വിവരം കിട്ടും നോക്കടാ. പിന്നെ മക്കളെ, വിവരം എന്തെങ്കിലും കിട്ടി എന്നെ വിളിച്ചു പറയണേ. അതിപ്പം എത്ര രാത്രിയായാലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വിവരം അറിയാതെ കിടന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഉറക്കം വരണ്ടേ? ഓ, ഞാൻ വിളിച്ചോളാം അച്ഛാ. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാൻ വിളിക്കാം. എന്നാടോ. ഇതുപോലെ ഇവിടെ അറിയുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. വച്ചും വിളമ്പി ഇവിടെ പണിയെടുത്ത് നടന്നോളെയാ കാണാതായേക്കുന്നത്. മരുമകളായി കണക്കാക്കണ്ട, വീട്ടിലെ ഒരു ജോലിക്കാരായിട്ടെങ്കിലും കണക്കാക്കിയ പോരെ. അങ്ങനെ കണക്കാക്കൂടെ? കണ്ടില്ലേ, വെറുതെ അല്ല ദുരന്തങ്ങളെല്ലാം കൂടി ഈ വീട്ടിലോട്ട് ഒന്ന് പതിക്കുന്നേ. ഇതല്ലേ സ്വഭാവം? പൊന്നി, 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 ഭക്ഷണം എങ്കിൽ എടുത്തു വെക്കേ. കഴിച്ചിട്ട് കിടക്കാം. ഇന്ന് എന്താന്നറിയില്ല, നേരത്തെ വിശക്കുന്നു. പപ്പിമോളെന്തേ? അവളെയും വിളിക്കേ. അവൾക്കും ഭക്ഷണം കൊടുത്തിട്ട് നേരത്തെ കിടത്തി ഓർക്ക്. എടുത്തു കൊടുക്ക്. ആരും എത്താലും വേണ്ടില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് പറയുന്ന പോലെ ഭാമയുടെ കാര്യം ഇപ്പൊ ഈ വീട്ടിടന്നൊന്നും അവൾക്ക് അറിയാനേ പാടില്ല. കഷ്ടം. അല്ല, രാഘവേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഭാമേ, ദേ, നീ കാണിക്കുന്നൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാ. ഇവിടുത്തെ ഈ വീട്ടിലെ ഇളയ മരുമകളെയാ കാണാതായിരിക്കുന്നേ. നിനക്കതിലൊന്നും തോന്നില്ലേ? എനിക്ക് എന്തു തോന്നാന്? അവളെ ഇവിടുത്തെ ആൾക്കാരൊക്കെ അന്വേഷിച്ചു പോയിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും പോയി ചാവട്ടെ, എനിക്കെന്ത് ചെയ്തോ. അവൻ പോയിട്ട് ഞാൻ സഹിച്ചില്ലേ, അതുപോലെ ഇതും അങ്ങ് സഹിക്കും. ഇങ്ങനൊക്കെ പറയാനും പെരുമാറുവാനേ നിനക്ക് മാത്രമേ കഴിയൂ. കാരണമേ, ഞങ്ങൾക്കൊക്കെ ഒരല്പം മനസാക്ഷിയുണ്ട്. ഓ, മനസാക്ഷി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾക്കാ ഒരാപത്ത് വന്നെന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ടേ. നിനക്കില്ലാത്തത് തന്നെ. ദേ, കാണാതായ അവൾക്ക് പിന്നാലെ നിങ്ങൾക്കും പോണോ?
പോണെങ്കിൽ ഇപ്പൊ പോയിക്കോണം. അല്ലാതെ ഇവിടെ ഇരുന്ന് ഒരുമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ ഞാൻ എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. കഷ്ടം. ഹ്, ഛെ. അച്ഛച്ചാ, അമ്മ എവിടെ പോയി അച്ഛച്ചാ? ഇതുവരെയായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ. എന്താ അമ്മ വരാത്തെ? അമ്മ വരും മോളെ. അമ്മയ്ക്ക് യാതൊരു അപകടം ഉണ്ടാവൂല. നമ്മുടെ എല്ലാം പ്രാർത്ഥന അമ്മയ്ക്കൊപ്പം ഉണ്ടല്ലോ. എന്റെ ഭഗവാനെ, ദുർബുദ്ധിയൊന്നും തോന്നിപ്പിക്കല്ലേ. ഒരു പോറൽ പോലും വരാതെ ഇവിടെ എത്തിച്ചേക്കണേ. എത്തിക്കും അങ്ങ് പരലോകത്തേക്ക്. അവൾക്കൊക്കെ ഇതിന്റെ അപ്പുറവും വരണം. എല്ലാവരോടും മാപ്പ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞേച്ചി, എന്നെ കഷ്ടപ്പെട്ട് ഇത്രത്തോളം ആക്കിയ എൻ്റെ അമ്മ, എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ശ്യാമ എന്ന പൊട്ടിപ്പെണ്ണ് എന്നേക്കുമായി ഒരു പൊട്ടത്തരം കാണിക്കാൻ പോകുന്നു. കുറ്റപ്പെടുത്തുമായിരിക്കും, പരിഭവം പറയുമായിരിക്കും. എന്നാലും ഞാൻ ഈ ചെയ്യുന്നതിന് എൻ്റെതായ ഒരു ന്യായം എനിക്കുണ്ട്. അതിൽ ഞാൻ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ജീവിതം എന്നേക്കുമായി ഞാൻ ഈ ക്ഷേത്രകുളത്തിൽ അർപ്പിക്കുന്നു.